spite of the fact that he was not really fit, he decided to. Oh, hi. Hello. എത്ര പേര് ഇതേപോലെ ഒരു പുസ്തകവും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് നോട്ട് ഡു ദിസ് ബിക്കോസ് ദിസ് ഇസ് റിയലി ബോറിങ്. നോ, വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടാനും ആ ഒരു ആക്സെന്റ് കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് 5 ടിപ്സിലൂടെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ഇസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറോ നമ്മുടെ സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു. സോ നമ്മൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യുക? ഓ, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പകരം ഓ, മൈ മോം ഇസ് കുക്കിംഗ്, it smells delicious, it smells good, it tastes delicious, it's spicy. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗൂഗിൾ, ഇന്റർനെറ്റ് അതിന് വേണ്ടിയിട്ടാണല്ലോ. സോ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്, അതിങ്ങനെയായിരിക്കും, ചോറായിരിക്കും എന്നുള്ളതിൻ്റെ പകരം തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതാണ് ഫസ്റ്റ് വേണ്ടത്. സെക്കൻഡ് തിങ്, സ്മോൾ ഫ്രേസസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുഞ്ഞു സെന്റൻസ്. വാട്ട് ഈസ് യുവർ നെയിം? How old are you? Where do you live? So what is your native place? അല്ലെങ്കിൽ where's your hometown? Wow, you look younger. ഇങ്ങനെയുള്ള സ്മോൾ സെന്റൻസുകൾ നമ്മൾ വായിച്ച് ഒരു 5 പ്രാവശ്യം സെയിം സെന്റൻസ് തന്നെ വായിച്ചു കൊണ്ടേയിരിക്കുക അൺടിൽ നമ്മുടെ നാവിൽ അതിങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ചിലവർ, ഞാൻ തന്നെ മലയാളം പറയുമ്പോൾ കുഞ്ഞു തെറ്റുകൾ ഉണ്ടാവും, പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് കറക്റ്റായിട്ട് മലയാളം അറിയില്ല എന്നുള്ളത്. അതേമാതിരി തന്നെ ഇംഗ്ലീഷും ചില വേർഡ്സുകൾ പറയുമ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. തേർഡ് തിങ്, പ്രാക്ടീസ് എവറി ഡേ. എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത്, ഇതേമാതിരി പുസ്തകം വെച്ചിട്ടല്ല, ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി അല്ലെങ്കിൽ ഒരു മൂവി, എന്തെങ്കിലും ഒരു മൂവി കാണാം. എപ്പോഴും ഓൾവേസ് വാച്ച് ആനിമേറ്റഡ് മൂവീസ്. ഡിഫിക്കൽട്ട് കോംപ്ലിക്കേറ്റഡ് മൂവീസ് ഒക്കെ കണ്ടാൽ നമ്മുടെ എല്ലാവരും കോൺഫിഡൻസും കൂടി പോയി കിട്ടും. ബാഡ് ബോയ്സ്, അവഞ്ചേഴ്സ്, നോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ട്രൈ ടു വാച്ച് ആനിമേറ്റഡ് മൂവീസ്, ഷോർട്ട് സ്റ്റോറീസ്. എന്നിട്ട് ആ സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആ സ്റ്റോറി ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് അതിൽ കുഞ്ഞു സ്മോൾ ഫ്രേസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് മ്യൂസിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഇപ്പോൾ കുറേ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മ്യൂസിക്കുകൾ കേൾക്കുക. അതേമാതിരി നിങ്ങളെ പറ്റിയിട്ട് ഒരു 5 സെന്റൻസ് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതാം. ചുമ്മാ വെറുതെ ഐ ലുക്ക് ബ്യൂട്ടിഫുൾ, ഐ ലുക്ക് വെരി ഹാൻഡ്സം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് എഴുതി വിടാം. ഓക്കെ. അത് ആരെയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വയമായിട്ട് തന്നെ പല തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഡിഫറെന്റ് മെത്തേഡ്സ്. എപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോസ് സ്ക്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതേ ഞാനിപ്പോൾ വായിച്ച മാതിരി ബുക്കുകളൊന്നും വായിച്ചിട്ടോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. നിങ്ങൾക്ക് തന്നെ ഒരു ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് യുൽ ഫെഡ് അപ്പ് അല്ലെ? ആ ഒരു ഫെഡ് അപ്പ് ഫീലിംഗ് നമുക്ക് വരണ്ട. ഓക്കെ. ഫോർത്ത് തിങ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഡോണ്ട് ഫീൽ ഡൾ. വിഷമിക്കരുത് ഒരിക്കലും. എനിക്ക് പറ്റുന്നില്ല, ഐം ഗോയിങ് ടു ഗിവ് അപ്പ്, ഐ കാൺട്ട് ഡു ദിസ്, ഐ വിൽ നോട്ട് ഡു ദിസ്, ഐ കാൺട്ട് സ്പീക്ക്, ഐ ഡോണ്ട് തിങ്ക് സോ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഐ വിൽ ഡു ദിസ്, ഐ ക്യാൻ ഡു ദിസ്, ഐ ഷുഡ് ഡു ദിസ്. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. സോ ട്രൈ ടു ഇൻവൈറ്റ് പോസിറ്റീവ് വേർഡ്സ്. നെഗറ്റീവിനൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവിടാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. എന്നും ഞാനിപ്പോൾ ഇരിക്കുന്ന ആ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഒരു മൊബൈൽ ഒരു അകലയിൽ വെക്കുക. എവിടെയെങ്കിലും ചാരി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇരുന്നിട്ടായാലും കുഴപ്പമില്ല. നിൽക്കുമ്പോഴാകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൂടും. ഓക്കെ. നിന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറി, ഏതെങ്കിലും ഒരു കാര്യം ചുമ്മാ അങ്ങനെ വെറുതെ സംസാരിക്കുക. ഹായ്, my name is John, I live here, I'm going to go to my job at 10 a.m, I think my colleagues are waiting for me. അങ്ങനെ സ്മോൾ സെന്റൻസുകൾ നിങ്ങൾ തന്നെ പറയാം. എന്നും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം. 3-ാമത്തെ ദിവസം നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ? ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ കിടക്കണം. സോ ഈ 5 ടിപ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി വിത്തിൻ 1 or 2 weeks അല്ലെങ്കിൽ വിത്തിൻ 1 month എന്തെങ്കിലും അറിയാതിരിക്കില്ല. അറിയില്ലെങ്കിൽ കോൺടാക്ട് മീ. ഓക്കെ. ഓൾ റൈറ്റ്. സീ യു ദെൻ.